എല്ലാവർക്കും 78ാമത് സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഞങ്ങളുടെ കോളേജിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടന്ന പതാകയുയർത്തൽ ചടങ്ങുകളും അതിനുശേഷം നടന്ന പരിപാടികളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ പ്രിൻസിപ്പളായ ശ്രീമതി ജയശ്രീ മാമാണ് പതാകയുയർത്തൽ ചടങ്ങുകൾക്ക് ഭാരവാഹിത്വം വഹിച്ചത്. അതിനുശേഷം NSSൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ യൂണിയൻ്റെ ചെയർപേഴ്സൺ മിസ് ആതിരയുടെ സന്ദേശവും ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ NSSൻ്റെ ഭാഗമായിട്ട് ശ്രീ ഗോകുൽ സന്ദേശം അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ കോളേജിൽ ആൻറ്റി റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസിൻ്റെ ഒരു ചെറിയ ഡ്രാമ ഉണ്ടായിരുന്നു. വളരെ നല്ല ഡ്രാമയായിരുന്നു. അതൊരു സമൂഹത്തിലൊരു മോട്ടിവേഷൻ തരുന്ന തരത്തിലുള്ള ഒരു ഡ്രാമ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട് മറ്റ് തുടർന്നുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സ് ശ്രീയും ഭാനുവും അഖിലയും അഞ്ജും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ വേഗം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ശ്രീയും അടുത്തിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ എൻ്റെ ഫ്രണ്ട് നിത്യയുണ്ട്. അവളുടെ കൈയാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത അനശ്വരയുണ്ട്. ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് ഭാനുസ് ആയതുകൊണ്ട് ഭാനുവിനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. നിത്യയാണ് ബാക്കിൽ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഗ്രീൻ ആൻഡ് റെഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കോളേജിൽ ദേശഭക്തി ഗാനം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇത് ടീം ഫസ്റ്റും സെക്കൻഡുമാണ് പാടിയത്. ഇവർക്ക് തന്നെയാണ് 1, 2 സ്ഥാനങ്ങൾ ലഭിച്ചത്. അതിനുശേഷം ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, മഹാത്മാഗാന്ധി ഇല്ലാതെ എന്ത് കോമ്പറ്റീഷൻ അല്ലേ. ആദ്യം തന്നെ മഹാത്മാഗാന്ധിജി വന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം ഭഗത് സിംഗ് വന്നു. ഞങ്ങളുടെ ജൂനിയറായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇത് ചെയ്തത്. വളരെ നന്നായിട്ട് ചെയ്തു. അവന് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഝാൻസി റാണി വന്നു. ഞങ്ങളുടെ സീനിയറാണ് അത് ചെയ്തത്. വളരെ നല്ല പ്രകടനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഝാൻസി റാണിക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. അതിനുശേഷം പിന്നെന്തായിരുന്നു, വീണ്ടും അങ്ങനെ അടുത്തത് ആരായിരിക്കുമെന്ന് കാത്തിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് തന്നെയായ അലീഷ ഭാരത അമ്പയായിട്ട് വന്നത്. ഭാരത് മാതാ കി ജയ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലീഷ വന്നു പോയി. ശേഷം അടുത്ത ആരായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആര്യ ബിജു വീണ്ടും ഭാരതാംബയുടെ വേഷത്തിൽ സ്റ്റേജിലേക്ക് വന്നത്. വളരെ മനോഹരമായിരുന്നു കാണാൻ. ഷീ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. അതിനുശേഷം അടുത്ത ഭഗത് സിംഗിൻ്റെ എൻട്രി ആയിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ ചിരി വന്നു. അറിയില്ല എന്താ പറയേണ്ടതെന്ന്. പക്ഷേ എന്നെ വളരെയധികം ടച്ച് ചെയ്ത ഒന്നായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിൻ്റെ എൻട്രി. വളരെ നന്നായിരുന്നു. അക്ഷയാണ് ചെയ്തത്. അക്ഷയ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ജൂനിയറാണ്. അതിന് ശേഷം പിന്നീട് വീണ്ടും ഞങ്ങളുടെ സീനിയർ ബൈന ഝാൻസി റാണിയായിട്ട് വന്നു. വളരെ മനോഹരമായ പ്രകടനമായിരുന്നു. അതിനൊക്കെ ശേഷം പിന്നെ ഞങ്ങളുടെ ഇതിൻ്റെ സമ്മാനദാനവും ഒക്കെ നിർവഹിച്ചു. ഞങ്ങളുടെ NSS കോർഡിനേറ്ററായിരുന്ന ശ്രീലക്ഷ്മി മാമും പിന്നെ ഞങ്ങളുടെ കോളേജിലെ ഊർമിള മാമും കൂടി ചേർന്നിട്ടായിരുന്നു ജഡ്ജിങ് നടത്തിയത്. അർഹതപ്പെട്ട ടീമിന് തന്നെ ദേശഭക്തി ഗാനത്തിനും അതുപോലെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷൻസ് കൊടുത്തു. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയ സമയം ഞാൻ യൂട്ടിലൈസ് ചെയ്തു. ഫോട്ടോസ് എടുക്കുകയായിരുന്നു. ഝാൻസി റാണി, ഭാരതാംബ, പിന്നെ ഗ്രൂപ്പ് മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, പിന്നെ എൻ്റെ ചില ഇൻഡിവിജ്വൽ ഫോട്ടോസും പിന്നെ കോളേജിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയും.